ഹായ് ഗായ്സ്, SR ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ പോത്തിൻ്റെ എല്ലാം കയറി വെക്കാനുള്ള സാധനങ്ങൾ വെക്കുകയാണ്. വെളിച്ചെണ്ണ, സാദാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, നീറ്റ് മസാലപ്പൊടി, കടുക്, ഗരം മസാലപ്പൊടി പൊടിച്ചതാണ്. ഇത് നീറ്റ് മസാല, ഇത് കുരുമുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് വാരിയത്, കരിയാപ്പില. ഇത് നമ്മളിപ്പം കുക്കറ് എല്ല് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി അടുപ്പിൽ വെക്കാൻ പോവുകയാണ്. ഇറച്ചി നല്ലതായിട്ട് കഴുകി വെച്ചേക്കുവാണ്. അത് ആ എല്ല് ഇതിൻ്റെ അകത്ത് കുക്കറിലോട്ട് ഇടുവാണ്. ഇത് 2 കിലോ എല്ലുണ്ട്. സ്വല്പം ഉപ്പിടുവാണ്, സ്വല്പം മഞ്ഞൾപ്പൊടി. നല്ലതായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം, എന്നാലേ ഇത് നല്ലതായിട്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിടിക്കത്തുള്ളൂ. അത് ഗ്യാസിലോട്ട് വെക്കാൻ തുടങ്ങുകയാണ്. ഗ്യാസിലോട്ട് വെക്കുവാണ്. ഗ്യാസ് കത്തിക്കാൻ പോവുകയാണ്. 7 വിസിലടിക്കുമ്പോൾ ഇത് ഇറക്കി വെക്കണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഏറ് മാറിക്കഴിയുമ്പോൾ നമ്മളത് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യാം. ഇത് 5-6 വട്ടം വിസിലടിച്ചു. ഇനി ഇതിപ്പോൾ നിർത്തി വെക്കാൻ പോവുകയാണ്. ഏറ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഇത് 6 വിസിലടിച്ചു പോത്തും കുട്ടൻ. അപ്പം നമ്മൾ ഇനി ഇത് ഇറക്കി വെച്ച് വെന്തോന്ന് നോക്കുക. ഇതിൻ്റെ എയറെല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ തുറന്ന് നോക്കുക. ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇറക്കി വാങ്ങി വെക്കാം. ഒരു ഉരുളി അടുപ്പേ വെക്കുവാണ് ഗ്യാസിലോട്ട്. ഗ്യാസ് കത്തിക്കാൻ പോവാം. ഉരുളി വെക്കുവാണ്. ഉരുളി നല്ലതായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇടുവാണ്. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുക. കരിയാപ്പില ഇടുക. സവാള അരിഞ്ഞ് നേരത്തെ വെച്ചേക്കുന്നത് ഇടുക. സവാള ഒന്ന് വാടിക്കെട്ടാൻ ചെറുതായിട്ട് ഉപ്പിടുക. ഒത്തിരി ഇടല്. നമ്മൾ ഇറച്ചിക്കകത്ത് ഉപ്പിട്ട് വേവിച്ചായതുകൊണ്ട് തുള്ളി ഇടുക. അല്ലാണ്ട് ഇളക്കി കൊടുത്ത് ഇതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേർക്കുന്നത് പിന്നെ ചെയ്യാം. നല്ലതായിട്ട് ബ്രൗൺ കളർ വരണം ഈ ഉള്ളിക്ക്. അന്നത്തെയും ബാക്കിയുള്ള മുളക് പൊടി, മീറ്റ് മസാലയൊക്കെ ഇടാവും. സവാള നല്ലതായിട്ട് വാടണം. നമുക്ക് ഈ കറിക്ക് രുചി കിട്ടണമെങ്കിൽ നല്ല രീതിയിലൊക്കെ ഇത് വാടി നല്ലതായിട്ട് ബ്രൗൺ കളർ വന്നാലേ ഇറച്ചിക്കാണേലും എല്ലിനാണേലും നല്ലൊരു രുചി കിട്ടത്തുള്ളൂ. സാദാ മുളക് പൊടിയാണിത്. എരി ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ആവശ്യത്തിന് ഇടുക. ഇത് കാശ്മീരിയുടെ മുളക് പൊടിയാണ്. ഇത് നമ്മുടെ ആവശ്യത്തിന്, ഓരോരുത്തരുടെ ആവശ്യം. ഗരം മസാല, മീറ്റ് മസാല, മീറ്റ് മസാല പൊടി, മല്ലിപ്പൊടി. നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ട് വേവിച്ചതുകൊണ്ട് ഒത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. ഗ്യാസ് വീണ്ടും ഇച്ചിരി കൂടെ കൂട്ടിയിടുകയാണ്. ഇത് പിന്നെ നല്ല രീതിയിൽ ഈ പൊടികളെല്ലാം നമ്മൾ ഇതിൽ കിടന്ന് മൂക്കണം. നല്ലതായിട്ട് മൂത്ത് അത് കഴിഞ്ഞ് ഇറച്ചി ഇതിൽ ചേർക്കാവുള്ളൂ. വെന്ത് വെച്ചേക്കുന്ന
എല്ല് കറി. എല്ല് നമ്മളിതിൽ ചേർക്കണമെങ്കിൽ നല്ല രീതിയിൽ ഇത് മൂപ്പിച്ചെടുക്കണം, നല്ല കറിക്ക് രുചി കിട്ടത്തുള്ളൂ. കട്ടയൊന്നും ഇല്ലാതെ നമ്മളിത് വറുത്ത് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മൾ നല്ല രീതിയിൽ ചെറിയ തീയ കൂട്ടിയിട്ടുള്ളൂ. ഒത്തിരി തീ കൂട്ടിയിട്ടാൽ അത് കരിഞ്ഞു പോകും സാധ്യതയുണ്ട്. ഇനി കുരുമുളക് പൊടിയും ഉണ്ട് ചേർക്കാൻ. ഗരം മസാല പൊടിച്ചതിരിപ്പുണ്ട്. അത് നമ്മൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഒരു പകുതി നല്ല രീതിയിൽ വെന്തൊക്കെ കഴിയുമ്പോൾ അത് അവസാനം ഇട്ട് കാണിക്കാം. ഇനിയിപ്പോൾ ഇറച്ചി അങ്ങ് ഇടാൻ പോവുകയാണ്. ഇതിനകത്ത് വെള്ളമുണ്ട്. നേരത്തെ നമ്മൾ ഈ കുക്കറിനകത്ത് ഇറച്ചിയിട്ട് വേവിച്ചത് വെള്ളമുണ്ട്. ഇനിയിപ്പം വെള്ളം വേണമെങ്കിൽ സ്വല്പം കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ലതായിട്ട് വേഗണ്ട, ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കുവാണ്. ഗ്യാസ് കൂട്ടിയിടുവാണ്. നല്ലതായിട്ട് ഇത് ജോയിൻ്റാക്കി നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ഇച്ചിരി കൂടെ ചേർക്കാൻ തോന്നുന്നു. സ്വല്പം കൂടെ ഉപ്പിടാം. സ്വല്പം കൂടെ ഉപ്പിടുവാണേ. സ്വല്പം കൂടെ വെള്ളം ഒഴിക്കുക, നല്ല രീതിയിൽ വേഗണ്ടേ. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഇറച്ചി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ഇടയ്ക്കിങ്ങനെ ഇളക്കണം, നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഗരം മസാലയും കുരുമുളക് പൊടി ഇട്ട് ഒരു 5 മിനിറ്റ് വെച്ചായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഇച്ചിരി കരിയാപ്പല ഇട്ടിട്ടുണ്ട്. എല്ലുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാം റെഡിയായി, വെന്ത് എല്ലാം ശരിയായി. ഇനി നമുക്കിത് പാലപ്പം ആണെന്ന് അതിന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് രുചിയൊന്ന് നോക്കുവാണ്. സൂപ്പറാണ്. എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കണം. എല്ലുകറി വെച്ച് നോക്കണം. നമുക്ക് ചോറിന് കഴിക്കാം, പാലപ്പത്തിന് കഴിക്കാം, കപ്പയ്ക്ക്, പൊറോട്ടയ്ക്കൊക്കെ കഴിക്കണം. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവരും എന്നെ സഹായിക്കണം. ആരും എന്നെ ഇത് തള്ളിക്കളയല്. ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം.